ഓം ശാന്തി 1-4-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ നോളജ്ഫുള്ളാണ്. ബാബയെ ഉള്ളറിയുന്നവൻ എന്ന് പറയുന്നത് തലതിരിഞ്ഞ മഹിമയാണ്. ബാബ വരുന്നത് തന്നെ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റാനാണ്. ചോദ്യം: ബാബയോടൊപ്പമൊപ്പം ഏറ്റവും അധികം മഹിമയുള്ളത് ഏതിനാണ്, എന്തുകൊണ്ട്? ഉത്തരം: 1. ബാബയോടൊപ്പം ഭാരതത്തിനും വളരെയധികം മഹിമയുണ്ട്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഭാരതം തന്നെയാണ് സ്വർഗമാകുന്നത്. ബാബ ഭാരതവാസികളെയാണ് ധനവാനും സുഖിയും പവിത്രവുമാക്കി മാറ്റിയത്. 2. ഗീതയുടെ മഹിമയും അപരം അപാരമാണ്. സർവശാസ്ത്ര ശിരോമണിയാണ് ഗീത. 3. നിങ്ങൾ ചൈതന്യ ജ്ഞാന ഗംഗകൾക്കും വളരെ മഹിമയുണ്ട്. നിങ്ങൾ നേരിട്ട് ജ്ഞാനസാഗരനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം പുതിയ കുട്ടികളും അതുപോലെ പഴയ കുട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞു, നമ്മൾ സർവാത്മാക്കളും പരമാത്മാവിന്റെ സന്താനങ്ങളാണ്. പരമാത്മാവ് ഉയർന്നതിലും ഉയർന്നതും ഏറ്റവും സ്നേഹിയുമായ സർവരുടെയും പ്രിയതമനാണ്. കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും രഹസ്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജ്ഞാനം അർത്ഥം പകൽ, സത്യത്രേത യുഗം. ഭക്തി അർത്ഥം രാത്രി, ദ്വാപര കലിയുഗം. ഭാരതത്തിന്റെ തന്നെ കാര്യമാണ്. ആദ്യമാദ്യം വരുന്നത് നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ്. 84 ജന്മങ്ങളുടെ ചക്രവും നിങ്ങൾ ഭാരതവാസികൾക്ക് വേണ്ടി ഉള്ളതാണ്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഭാരതഖണ്ഡം തന്നെയാണ് സ്വർഗമായി മാറുന്നത്. മറ്റൊരു ഖണ്ഡവും സ്വർഗമാകുന്നില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പുതിയ ലോകമാകുമ്പോൾ സത്യയുഗത്തിൽ ഭാരതം മാത്രമേ ഉണ്ടാകൂ. ഭാരതത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. ഭാരതവാസികൾ തന്നെയാണ് പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നത്, നരകവാസിയായി മാറുന്നത്. അവർ തന്നെയാണ് വീണ്ടും സ്വർഗവാസിയാവുക. ഈ സമയത്ത് എല്ലാവരും നരകവാസികളാണ്. എന്നാലും എല്ലാ ഖണ്ഡവും വിനാശമായി ഭാരതം മാത്രം അവശേഷിക്കും. ഭാരതഖണ്ഡത്തിന്റെ മഹിമ അപരം അപാരമാണ്. ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത്. ഇത് ഗീതയുടെ പുരുഷോത്തമ സംഗമയുഗമാണ്. ഭാരതം തന്നെയാണ് ഇനി പുരുഷോത്തമനായി മാറുക. ഇപ്പോൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഇല്ല, രാജ്യവുമില്ല. അതിനാൽ ആ യുഗവുമില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, വിശ്വത്തിന്റെ സർവശക്തിവാൻ എന്ന് ഒരേയൊരു ബാബയെയാണ് പറയുന്നത്. ഭാരതവാസികൾ ഭഗവാൻ അന്തർയാമിയാണ് എന്ന് പറഞ്ഞ് വളരെ വലിയ തെറ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും ഉള്ള് ഭഗവാൻ അറിയും എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ഞാൻ ആരുടെയും ഉള്ള് അറിയുന്നില്ല. എന്റെ ജോലി പതീതരെ പാവനമാക്കുക എന്നതാണ്. ശിവബാബ അന്തർയാമിയാണ് എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട്. ബാബ പറയുന്നു, ഞാൻ അങ്ങനെയല്ല. ഞാൻ ആരുടെയും ഉള്ള് അറിയുന്നില്ല. ഞാൻ വന്ന് കേവലം പതീതരെ പാവനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലേക്കാണ്. മാത്രമല്ല, ഞാൻ ഒരേയൊരു തവണയാണ് വരുന്നത്. എപ്പോഴാണോ പഴയ ലോകത്തെ പുതിയതാക്കേണ്ടത് അപ്പോഴാണ് വരുന്നത്. ഈ ലോകം പഴയതിൽ നിന്നും പുതിയതും പുതിയതിൽ നിന്ന് പഴയതായും എപ്പോഴാണ് മാറുന്നത്? ഇത് മനുഷ്യർക്ക് അറിയില്ല. എല്ലാ വസ്തുക്കളും
പുതിയതിൽ നിന്ന് സതോ രജോ തമോയിലേക്ക് തീർച്ചയായും വരും. മനുഷ്യർക്കും ഇങ്ങനെ സംഭവിക്കും. ബാലകൻ സതോ പ്രധാനമാണ്, പിന്നീട് യുവാവാകുന്നു, ശേഷമാണ് വൃദ്ധനാകുന്നത്. അർത്ഥം രജോ തമോ അവസ്ഥയിലേക്ക് വരുന്നു. വൃദ്ധ ശരീരമാകുമ്പോൾ അത് ഉപേക്ഷിച്ച് വീണ്ടും കുട്ടിയായി മാറും. കുട്ടികൾക്കറിയാം പുതിയ ലോകത്തിൽ ഭാരതം എത്ര ശ്രേഷ്ഠമായിരുന്നു. ഭാരതത്തിന്റെ മഹിമ അപരം അപാരമാണ്. ഇത്രയും സുഖം, സമ്പത്ത്, പവിത്രത എന്നിവ മറ്റൊരു ഖണ്ഡത്തിലും ഇല്ല. വീണ്ടും സതോ പ്രധാനമാക്കി മാറ്റാൻ ബാബ വന്നിരിക്കുകയാണ്. സതോ പ്രധാന ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. ത്രിമൂർത്തി ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാരെ രചിച്ചത് ആരാണ്? ശിവബാബയാണ് രചയിതാവ്. പരമപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരുടെ സ്ഥാപന ചെയ്യുന്നു എന്ന് പാടിയിട്ടുണ്ട്. ഭക്തിമാർഗത്തിൽ ജ്ഞാനസാഗരനായ ബാബയെ ഉള്ളറിയുന്നവൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആ മഹിമ അർത്ഥവത്തല്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബയിലൂടെ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബാബ സ്വയം നമ്മൾ ബ്രാഹ്മണരെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ അച്ഛനുമാണ്, സുപ്രീം ടീച്ചറുമാണ്. എങ്ങനെയാണ് വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുന്നതെന്നത് മനസ്സിലാക്കി തരുന്നു. ബാബ തന്നെയാണ് ജ്ഞാനസാഗരം. അല്ലാതെ ബാബ എല്ലാവരുടെയും ഉള്ളറിയുന്നവനല്ല. ഇത് തെറ്റാണ്. ഞാനാണെങ്കിൽ വന്ന് പതീതരെ പാവനമാക്കി മാറ്റുന്നു. 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നൽകുന്നു. ഭക്തിമാർഗത്തിലേത് അല്പകാല സുഖമാണ്. പക്ഷെ ഇത് സന്യാസിമാർക്കോ ഹഠയോഗികൾക്കോ അറിയില്ല. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മം ഭഗവാനല്ല. ഭഗവാൻ ഒരേയൊരു നിരാകാരനായ ശിവനാണ്. സർവ ആത്മാക്കളുടെയും പിതാവാണ്. നമ്മൾ ആത്മാക്കളുടെ വാസസ്ഥാനം ബ്രഹ്മാണ്ഡമാകുന്ന മധുരമായ വീടാണ്. അവിടെ നിന്നും നമ്മൾ ആത്മാക്കൾ ഇവിടെ പാട്ടഭിനയിക്കാൻ വരുന്നു. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതും മൂന്നാമതും ശരീരം എടുക്കുന്നു. 84 ജന്മങ്ങളും ഭാരതവാസികൾക്കാണ്. ആരാണോ കൂടുതൽ ഭക്തി ചെയ്തത് അവർ തന്നെയാണ് ജ്ഞാനവും കൂടുതൽ എടുക്കുക. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ എന്തായാലും ഇരുന്നോളൂ, പക്ഷേ ശ്രീമതത്തിലൂടെ നടക്കണം. നിങ്ങൾ എല്ലാ ആത്മാക്കളും ഒരു പരമാത്മാവിന്റെ പ്രിയതമകളാണ്. ഭക്തിമാർഗം മുതൽ നിങ്ങൾ ഓർമ്മിച്ചു വരികയാണ്. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു. ഇത് ദുഃഖധാമമാണ്. നമ്മൾ ആത്മാക്കൾ വാസ്തവത്തിൽ ശാന്തിധാമ നിവാസികളാണ്. പിന്നീട് സുഖധാമത്തിലേക്ക് വന്ന് നമ്മൾ 84 ജന്മങ്ങൾ എടുത്തു. ഹം സോ ഹം എന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു, നമ്മൾ തന്നെയായിരുന്നു ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇപ്പോൾ നമ്മൾ തന്നെ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്, ദേവതയായി മാറുന്നതിനായി. ഇതാണ് യഥാർത്ഥ അർത്ഥം. അത് തീർത്തും തെറ്റാണ്. സത്യയുഗത്തിൽ ഒരു ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. അദ്വൈത ധർമ്മമായിരുന്നു. പിന്നീട് മറ്റ് ധർമ്മങ്ങൾ വന്നപ്പോൾ ദ്വൈതമായി. ദ്വാപുരം മുതൽ ആസുരീയ രാവണ രാജ്യം ആരംഭിക്കുന്നു. സത്യയുഗത്തിൽ രാവണ രാജ്യമേ ഇല്ല. അതിനാൽ 5 വികാരങ്ങളും ഉണ്ടാകില്ല. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. രാമസീതയെയും 14 കലാസമ്പൂർണർ എന്നാണ് പറയുന്നത്. രാമന് എന്തുകൊണ്ടാണ് ബാണം നൽകിയിരിക്കുന്നത് ഇതുപോലും മനുഷ്യർ ആർക്കും അറിയില്ല. ഹിംസയുടെ ഒരു കാര്യവുമില്ല.
നിങ്ങളാണ് ഈശ്വരീയ വിദ്യാർത്ഥികൾ. അതിനാൽ ബാബ അച്ഛനുമാണ്, വിദ്യാർത്ഥികളായതിനാൽ ടീച്ചറുമാണ്. പിന്നീട് നിങ്ങൾ കുട്ടികൾക്ക് സദ്ഗതി നൽകി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ അച്ഛനും ടീച്ചറും സദ്ഗുരുവും മൂന്നുമാണ്. നിങ്ങൾ അവരുടെ കുട്ടിയായി മാറിയിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാകണം. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. രാവണ രാജ്യമല്ലേ, ഓരോ വർഷവും രാവണനെ കത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ രാവണൻ ആരാണ് എന്നത് അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ രാവണൻ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്കാണ് ജ്ഞാനസാഗരനായ ബാബയിൽ നിന്നും ലഭിക്കുന്നത്. ബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ. ജ്ഞാനസാഗരനിൽ നിന്നും നിങ്ങൾ മേഘങ്ങൾ നിറച്ചുകൊണ്ടുപോയി മറ്റ് സ്ഥലങ്ങളിൽ പെയ്യിക്കുന്നു. ജ്ഞാനഗംഗകൾ നിങ്ങളാണ്. മഹിമ നിങ്ങളുടേത് തന്നെയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇപ്പോൾ പാവനമാക്കി മാറ്റാൻ വന്നതാണ്. ഈ ഒരു ജന്മം പവിത്രമായി മാറൂ, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. ഞാൻ തന്നെയാണ് പതിത പാവനൻ. എത്ര സാധിക്കുമോ അത്രയും ഓർമ്മ വർദ്ധിപ്പിക്കൂ. വായികൊണ്ട് ശിവ് ബാബ എന്ന് പറയുക പോലും വേണ്ട. എങ്ങനെയാണോ പ്രിയതമ പ്രിയതമനെ ഓർമ്മിക്കുന്നത്, ഒരു തവണ കണ്ടാൽ മതി, ബുദ്ധിയിൽ അവരുടെ ഓർമ്മ മാത്രമായിരിക്കും. ഭക്തിമാർഗത്തിൽ ആര് ഏത് ദേവതയുടെ പൂജ ചെയ്യുന്നുവോ, ആരെ ഓർമ്മിക്കുന്നുവോ അവരുടെ സാക്ഷാത്കാരം ഉണ്ടാകും. അത് അല്പകാലത്തിലേക്കുള്ളതാണ്. ഭക്തി ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ മരണം മുന്നിൽ നിൽക്കുന്നുണ്ട്. അയ്യോ അയ്യോ എന്ന നിലവിളിക്ക് ശേഷം ജയ ജയ ആരവം മുഴങ്ങും. ഭാരതത്തിലാണ് രക്തപ്പുഴ ഒഴുകുക. ആഭ്യന്തര യുദ്ധത്തിന്റെ അടയാളവും കാണാൻ കഴിയുന്നുണ്ട്. തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സതോ പ്രധാനമായി മാറുകയാണ്. ആരാണോ കൽപ്പം മുൻപ് ദേവതയായി മാറിയത്, അവർ തന്നെയാണ് വന്ന് വീണ്ടും ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുന്നത്. കുറവ് ഭക്തിയെ ചെയ്തിട്ടുള്ളൂവെങ്കിൽ ജ്ഞാനവും കുറച്ചേ എടുക്കൂ. പിന്നീട് പ്രജകളിലും നമ്പർ വൈസ് പദവി നേടും. നല്ല പുരുഷാർത്ഥി ശ്രീമതത്തിലൂടെ നടന്ന് നല്ല പദവി നേടും. പെരുമാറ്റവും വളരെ നല്ലതായിരിക്കണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. അത് പിന്നീട് 21 ജന്മങ്ങളിലേക്ക് നിലനിൽക്കും. ഇപ്പോൾ എല്ലാവരുടേതും ആസുരീയ അവഗുണങ്ങളാണ്. ആസുരീയ ലോകം പതീത ലോകമല്ലേ? നിങ്ങൾ കുട്ടികൾക്ക് വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാബ പറയുന്നു, ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യൂ, എങ്കിൽ സത്യമായ സ്വർണമായി മാറും. സത്യയുഗമാണ് സ്വർണിമ യുഗം. സത്യമായ സ്വർണം പിന്നീട് വെള്ളിയാവുന്നു. കല കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു കലയുമില്ല. എപ്പോഴാണോ ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുന്നത്, അപ്പോഴാണ് ബാബ വരുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഈ രാവണ രാജ്യത്തിൽ എല്ലാവരും അവിവേകികളായി മാറിയിരിക്കുന്നു. പരിധിയില്ലാത്ത ഡ്രാമയിലെ പാർട്ടധാരി ആയിട്ട് പോലും ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നില്ല. നിങ്ങൾ അഭിനേതാക്കളല്ലേ? നിങ്ങൾക്കറിയാം, നമ്മളിവിടെ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷെ പാർട്ടധാരിയായിട്ടും അറിയില്ല. എന്നാൽ പരിധിയില്ലാത്ത അച്ഛൻ പറയുമല്ലോ, അതായത് നിങ്ങൾ എത്ര വിവരമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ വിവേകശാലിയായ വജ്രമാക്കി മാറ്റുന്നു. പിന്നീട് രാവണൻ കക്കയാക്കി മാറ്റുന്നു. ഞാൻ തന്നെയാണ് വന്ന് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നത്. പിന്നീട് ഈ പതിത ലോകത്തിന്റെ വിനാശവും ഉണ്ടാകും. കൊതുകിനെ പോലെ എല്ലാവരെയും കൊണ്ടുപോകും. നിങ്ങളുടെ പ്രധാന ലക്ഷ്യം മുന്നിലുണ്ട്.
നിങ്ങൾക്ക് ഇങ്ങനെയായി മാറണം, എങ്കിലേ നിങ്ങൾ സ്വർഗവാസിയായി മാറൂ. നിങ്ങൾ ബ്രഹ്മകുമാരി കുമാരന്മാർ ഈ പുരുഷാർത്ഥം ചെയ്യുകയാണ്. മനുഷ്യരുടെ ബുദ്ധി തമോപ്രധാനമാണ്, അതിനാൽ മനസ്സിലാക്കുന്നില്ല. ഇത്രയും ബികെകളുണ്ട് എങ്കിൽ തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടാകും. ബ്രാഹ്മണനാണ് കുടുംബ. ബ്രാഹ്മണൻ പിന്നീട് ദേവതയാകുന്നു. ചിത്രങ്ങളിൽ ബ്രാഹ്മണനെയും ശിവബാബയെയും കാണിക്കുന്നില്ല. നിങ്ങൾ ബ്രാഹ്മണരിപ്പോൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഉയർന്ന പദവി നേടുന്നതിനായി ശ്രീമതത്തിലൂടെ നടന്ന് നല്ല പെരുമാറ്റം ധാരണ ചെയ്യണം. 2. സത്യമായ പ്രിയതമയായി മാറി ഒരേ ഒരു പ്രിയതമനെ ഓർമ്മിക്കണം. എത്ര സാധിക്കുമോ അത്രയും ഓർമ്മയുടെ അഭ്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. വരദാനം: നിമിത്തമാണ് എന്ന സ്മൃതിയിലൂടെ മായയുടെ ഗേറ്റ് അടയ്ക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ആരാണോ സ്വയത്തെ നിമിത്തമെന്ന് മനസ്സിലാക്കി നടക്കുന്നത് അവർക്ക് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിമിത്തമാണ്. ഈ സ്മൃതിയിലൂടെ സഫലത ഉണ്ടാകുന്നു. ഞാൻ എന്ന ഭാവം വന്നു. അർത്ഥം മായയുടെ ഗേറ്റ് തുറന്നു. നിമിത്തമെന്ന് മനസ്സിലാക്കി. അർത്ഥം മായയുടെ ഗേറ്റ് അടഞ്ഞു. അതിനാൽ നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായ ജീത്തുമായി മാറുന്നു, ഡബിൾ ലൈറ്റുമായി മാറുന്നു. അതോടൊപ്പം സഫലതയും തീർച്ചയായും ലഭിക്കുന്നു. ഈ സ്മൃതി തന്നെയാണ് നമ്പർ 1 നേടുന്നതിന്റെ ആധാരമായി മാറുന്നത്. സ്ലോഗൻ: ത്രികാലദർശിയായി ഓരോ കർമ്മവും ചെയ്യൂ, എങ്കിൽ സഫലത സഹജമായും ലഭിച്ചുകൊണ്ടിരിക്കും. മാതേശ്വരി ജിയുടെ മഹാവാക്യങ്ങൾ: 1. മനുഷ്യാത്മാക്കൾ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യത്തിനനുസരിച്ച് ഭാവി പ്രാലബ്ധം അനുഭവിക്കുന്നു. നോക്കൂ, ഒരുപാട് പേർ ഇങ്ങനെ കരുതുന്നു, ഞങ്ങളുടെ പൂർവജന്മങ്ങളിലെ നല്ല സമ്പാദ്യത്തിലൂടെ ഇപ്പോൾ ഈ ജ്ഞാനം പ്രാപ്തമായതാണ്. പക്ഷെ അക്കാര്യമേയില്ല. പൂർവജന്മത്തിലേതിന് നല്ല ഫലമുണ്ടാകുമെന്നത് നമ്മൾക്കറിയാം. കൽപ്പത്തിന്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സതോ രജോ തമോ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഡ്രാമയനുസരിച്ച് പുരുഷാർത്ഥത്തിലൂടെ പ്രാലബ്ധമുണ്ടാക്കുന്നതിനുള്ള മാർജിൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ സത്യുഗത്തിൽ ചിലർ രാജാറാണി, ചിലർ ദാസി, ചിലർ പ്രജാപദവി പ്രാപ്തമാക്കുന്നത്. അതിനാൽ ഇതുതന്നെയാണ് പുരുഷാർത്ഥത്തിന്റെ സിദ്ധി. അവിടെ ദ്വൈതഭാവം, ഈർഷ്യ ഉണ്ടാവുകയില്ല. അവിടെ പ്രജകൾക്കും സുഖമായിരിക്കും. രാജാറാണിയും പ്രജകളെ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സംരക്ഷിക്കും. അവിടെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും സന്തുഷ്ടരായിരിക്കും. ഈ ഒരു ജന്മത്തിലെ പുരുഷാർത്ഥത്തിലൂടെ 21 ജന്മത്തേക്ക് സുഖമനുഭവിക്കും. ഇത് അവിനാശി സമ്പാദ്യമാണ്. ഈ അവിനാശി സമ്പാദ്യത്തിൽ അവിനാശി ജ്ഞാനത്തിലൂടെ അവിനാശി പദവി ലഭിക്കുന്നു. ഇപ്പോൾ നാം സത്യയുഗി ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാക്ടിക്കൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മന്ത്രത്തിന്റെയും കാര്യമില്ല. 2. ഗുരുക്കന്മാരുടെ മതമോ ശാസ്ത്രങ്ങളുടെ മതമോ ഒന്നും പരമാത്മാവിന്റെ മതമല്ല. പരമാത്മാവ് പറയുന്നു, കുട്ടികളെ, ഈ ഗുരുവിന്റെ മതമോ ശാസ്ത്രങ്ങളുടെ മതങ്ങളോ ഒന്നും എന്റെ മതമല്ല. ഇതെല്ലാം കേവലം എന്റെ നാമത്തിൽ തരുന്ന മതങ്ങളാണ്.
പക്ഷെ എന്റെ മതം എനിക്കാണ് അറിയുക. എന്റെ കൂടിക്കാഴ്ചയുടെ വിവരം ഞാൻ വന്നിട്ടാണ് നൽകുന്നത്. അതിനു മുൻപ് എന്റെ അഡ്രസ് ആർക്കും തന്നെ അറിയില്ല. ഗീതയിൽ ഭഗവാനുവാച എന്നൊക്കെയുണ്ട്. പക്ഷെ ഗീതയും മനുഷ്യരുണ്ടാക്കിയതാണ്. ഭഗവാൻ സ്വയം ജ്ഞാനസാഗരനാണ്. ഭഗവാൻ ഏത് മഹാവാക്യങ്ങൾ കേൾപ്പിച്ചുവോ അതിന്റെ ഓർമ്മചിഹ്നമായി പിന്നീട് ഗീത ഉണ്ടാക്കിയതാണ്. ഈ വിദ്വാൻമാരും പണ്ഡിതന്മാരും ആചാര്യന്മാരും പറയുന്നു, പരമാത്മാവ് സംസ്കൃതത്തിലാണ് മഹാവാക്യങ്ങൾ ഉച്ചരിച്ചത്. അതിനാൽ അത് പഠിക്കാതെ പരമാത്മാവിനെ ലഭിക്കുക സാധ്യമല്ല. ഇതാണെങ്കിൽ ഒന്നുകൂടി തലകീഴായ കർമ്മകാണ്ഡത്തിൽ കുടുക്കുന്നതാണ്. വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഏണിപ്പടി കയറുന്നുവെങ്കിൽ പിന്നെ അത്രയും തന്നെ ഇറങ്ങേണ്ടിയും വരും. എന്നുവെച്ചാൽ അവയെ മറന്ന് ബുദ്ധിയോഗം ഒരു പരമാത്മാവുമായി യോജിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്, വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കുന്നതിലൂടെ എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല. നോക്കൂ, ധ്രുവനും പ്രഹ്ലാദനും മീരയും എന്തെങ്കിലും ശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നുവോ? ഇവിടെയാണെങ്കിൽ പഠിച്ചതെല്ലാം തന്നെ മറക്കേണ്ടതുണ്ട്. ഭഗവാന്റെ ക്ലീനായ മഹാവാക്യമാണ്, ഓരോ ശ്വാസത്തിലും എന്നെ ഓർമ്മിക്കൂ. ഇതിലൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതുവരെ ജ്ഞാനമില്ലയോ അതുവരേക്കും ഭക്തിമാർഗം നടക്കും. പക്ഷെ ജ്ഞാനത്തിന്റെ ദീപം തെളിഞ്ഞാൽ കർമ്മകാണ്ഡം ഒഴിഞ്ഞു പോകും. എന്തുകൊണ്ടെന്നാൽ കർമ്മകാണ്ഡം ചെയ്ത് ചെയ്ത് അഥവാ ശരീരം വിട്ടുപോയാൽ പിന്നെ എന്ത് പ്രയോജനം? പ്രാലബ്ധം ഉണ്ടാക്കിയില്ല. കർമ്മബന്ധനത്തിന്റെ കണക്ക് വഴക്കുകളിൽ നിന്ന് മുക്തിയും ലഭിച്ചില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്, കളവ് പറയാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കുക, ഇതെല്ലാം നല്ല കർമ്മങ്ങളാണെന്ന്. പക്ഷെ ഇവിടെയാണെങ്കിൽ സദാകാലത്തേക്ക് കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാകുകയും വികർമ്മങ്ങളുടെ വേരുകളെ പുഴുതുകളയുകയും വേണം. നമ്മളാണെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല കർമ്മങ്ങളുടെ വൃക്ഷം മുളയ്ക്കാനുള്ള വിത്ത് നടണമെന്നാണ്. അതിനാൽ മനുഷ്യ ജീവിതത്തിന്റെ വസ്തുതകൾ അറിഞ്ഞ് ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ശിവശക്തിയുടെ അർത്ഥം തന്നെ കമ്പൈൻഡ് എന്നതാണ്. ബാബയും താങ്കളും രണ്ടുപേരെയും ചേർത്ത് പറയുന്നതാണ് ശിവശക്തി എന്ന്. അതിനാൽ ആരാണോ കമ്പൈൻഡ് ആയിട്ടുള്ളത് അവരെ വേർപെടുത്താൻ സാധ്യമല്ല. ഇത് തന്നെ ഓർമ്മയിൽ വെക്കൂ. നാം കമ്പൈൻഡ് ആയിരിക്കുന്നതിന്റെ അധികാരിയായി മാറി. ആദ്യം അന്വേഷകരായിരുന്നു, ഇപ്പോൾ കൂടെ വസിക്കുന്നവരാണ്. ഈ ലഹരി സദാ ഉണ്ടായിരിക്കണം. ഓം ശാന്തി.